ഇനീക്വാലിറ്റീസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഡിഫറെന്റ് ടൈപ്പ് ആക്കിയിരിക്കുന്നത്, ലിറ്ററൽ ഇനീക്വാലിറ്റീസിനെ ഡിഫറെന്റ് ടൈപ്പ് ആക്കിയിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സൈൻ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ഈച്ച് ടേം ആണ്. സോ ഫസ്റ്റ് വി സീ types based on inequality signs. So there are two types of literal inequalities on the basis of their inequality signs. The first one is strict inequalities. Second one is slack inequalities. Strict inequalities la inequality use ചെയ്യുന്നത് less than or greater than ആയിരിക്കും. സ്ലാക്ക് ഇനീക്വാലിറ്റീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇനീക്വാലിറ്റി സൈൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ എ സ്റ്റേറ്റ്മെന്റ് ഇൻവോൾവിംഗ് ദ ഇനീക്വാലിറ്റീസ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ, that type of literal inequalities are called strict inequalities. And the statement involving the inequalities less than or equal to or greater than or equal to, then that type of literal inequalities are called slack inequalities. So നമുക്ക് ഇവിടെ strict inequalities ന് examples കാണാം. 2x plus 5 less than 1, x minus 6 greater than 7, 6x plus 2y less than minus 5, 3x minus y greater than 8, 2x square plus 5x minus 3 greater than 0, x square minus 5x plus 6 less than 4. സോ ഈ സ്റ്റേറ്റ്മെന്റിലെല്ലാം, ഈ ഇനീക്വാലിറ്റീസിലെല്ലാം നമ്മൾ കാണുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇനീക്വാലിറ്റി സൈൻ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണ്. സോ ഈ സൈൻ ആണ് യൂസ് ചെയ്തതെങ്കിൽ ആ ഇനീക്വാലിറ്റി, ലിറ്ററൽ ഇനീക്വാലിറ്റീസ്, കാരണം ഇവിടെയൊക്കെ വേരിയബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആ ലിറ്ററൽ ഇനീക്വാലിറ്റീസിന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റീസ്. അതായത് ഇൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇനീക്വാലിറ്റീസ് ഓഫ് ദ ഫോം എ എക്സ് പ്ലസ് ബി ലെസ് ദാൻ 0, എ എക്സ് പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0. ഇവിടെ 1 വേരിയബിൾ യൂസ് ചെയ്തത്, 2 ഇനീക്വാലിറ്റീസ് യൂസ് ചെയ്തേക്കുന്നു. എന്നാൽ 2 വേരിയബിൾസ് എക്സും വൈയും യൂസ് ചെയ്തിട്ടുള്ളത് എ എക്സ് പ്ലസ് ബി വൈ ലെസ് ദാൻ സി, എ എക്സ് പ്ലസ് ബി വൈ ഗ്രേറ്റർ ദാൻ സി. അതേപോലെ ക്വാഡ്രാറ്റിക് വരുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ലെസ് ദാൻ 0, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഗ്രേറ്റർ ദാൻ 0. ഇതൊന്നും കാണാണ്ട് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ലിറ്ററൽ ഇനീക്വാലിറ്റി ആണ്. ദാറ്റ് മീൻസ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഇനീക്വാലിറ്റി സൈൻ എന്ന് പറയുന്നത് ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. സോ ആ ടൈപ്പ് ഓഫ് ഇനീക്വാലിറ്റീസിനെയാണ് നമ്മൾ സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്നത്. Now here we have examples of slack inequalities. നമുക്കറിയാം സ്ലാക്ക് ഇനീക്വാലിറ്റീസിൽ ഉപയോഗിക്കുന്ന സൈൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കാണാം. 3x plus 5 less than or equal to 6, x plus 8 greater than or equal to 0, 2x plus 5y less than or equal to minus 3, x minus 6y greater than or equal to 7, 3x square minus 4x plus 5 greater than or equal to 0, x square minus 8x plus 50 less than or equal to 0. സോ ഇതെല്ലാം സ്ലാക്ക് ഇനീക്വാലിറ്റീസ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇനീക്വാലിറ്റി സൈൻ എന്താണെന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇനീക്വാലിറ്റീസിനെയാണ് നമ്മൾ സ്ലാക്ക് ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു വേരിയബിൾ മാത്രം ഉപയോഗിക്കുന്ന ഇനീക്വാലിറ്റീസ് ഉണ്ട്, 2 വേരിയബിൾസ് എക്സും വൈയും ഉപയോഗിക്കുന്നതുണ്ട്. അതുപോലെ ക്വാഡ്രാറ്റിക് വേരിയബിളിന്റെ പവർ 2 വരുന്ന സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സ്ലാക്ക് ഇനീക്വാലിറ്റീസ് മീൻസ് ദ ഇനീക്വാലിറ്റീസ് വിച്ച് ഇൻവോൾവ് ദ ഇനീക്വാലിറ്റി സൈൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. So in general we can say inequalities of the form ax plus b less than or equal to 0, ax plus b greater than or equal to 0, ax plus by less than or equal to c, ax plus by greater than or equal to c, ax square plus bx plus c less than or equal to 0, ax square plus bx plus c greater than or equal to 0 എല്ലാം slack inequalities ആണ്.
സൈൻ ഓഫ് ഇൻഇക്വാലിറ്റിന്റെ ബേസിസിൽ ലിറ്ററൽ ഇൻഇക്വാലിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റീസും സ്ലാക്ക് ഇൻഇക്വാലിറ്റീസും. ഇനി ഇവിടെ ടൈപ്സ് ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ് ഈച്ച് ടേം ഓഫ് ഇൻഇക്വാലിറ്റി. ലിറ്ററൽ ഇൻഇക്വാലിറ്റീസിൽ ഓരോ ടേമിന്റെയും ഡിഗ്രിക്ക് അനുസരിച്ച് എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ടെന്ന് കാണാം. ഒന്നാമത്തത് ലീനിയർ ഇൻഇക്വാലിറ്റി. If each term of an inequality is of first degree, then it is called linear inequality. വേരിയബിളിന്റെ പവർ 1 ആണെങ്കിൽ ആ എക്സ്പ്രഷനെ ഫസ്റ്റ് ഡിഗ്രി എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻഇക്വാലിറ്റീസിനെയാണ് നമ്മൾ ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2x plus 5 less than 1, x minus 6 greater than 7, 3x plus 5 less than or equal to 6, x plus 8 greater than or equal to 0. ഈ 4 ഇൻഇക്വാലിറ്റീസിലും നിങ്ങൾക്ക് കാണാം വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. സിംപ്ലി 2x എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ എന്താണ്? 1. സോ ദാറ്റ് ഇസ് കോൾഡ് ഡിഗ്രി. ആൻഡ് ഹിയർ ഓൾസോ ഡിഗ്രി ഈസ് 1, ഹിയർ ഓൾസോ ഡിഗ്രി 1 ആൻഡ് ഹിയർ ഓൾസോ ഡിഗ്രി 1. സോ ഇൻഇക്വാലിറ്റീസ് എന്തുമായിക്കോട്ടെ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ ഓരോ ടേമും ഫസ്റ്റ് ഡിഗ്രിയിലാണെങ്കിൽ നമ്മൾ അതിനെ ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നു. സോ ഇവിടെ നമുക്ക് കാണാം ഇത് രണ്ടും ലീനിയർ ഇൻഇക്വാലിറ്റീസ് ആണ്, ലീനിയർ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റീസ് ആണ്. ഇത് രണ്ടും ലീനിയർ സ്ലാക്ക് ഇൻഇക്വാലിറ്റീസ് ആണ്. ഓക്കെ, സോ ഈ 4 കേസിലും നമ്മൾ ഒരേ ഒരു വേരിയബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ദീസ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ആർ കോൾഡ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 1 വേരിയബിൾ. ലീനിയർ ഇൻഇക്വാലിറ്റീസ് തന്നെ 2 വേരിയബിൾസിലും ഉണ്ട്. 6x plus 2y less than minus 5, 3x minus y greater than 8, 2x plus 5y less than or equal to minus 3, x minus 6y greater than or equal to 7. ഈ 4 എക്സാമ്പിളിലും 2 വേരിയബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എക്സും വൈയും. ഓരോന്നിന്റെയും ഡിഗ്രി 1 ആണ്. എക്സിന്റെ ഡിഗ്രി 1, വൈയുടെ ഡിഗ്രി 1, എക്സിന്റെ ഡിഗ്രി 1, വൈയുടെ ഡിഗ്രി 1. 4 ഇൻഇക്വാലിറ്റീസിലും ഓരോ ടേമിന്റെയും ഡിഗ്രി 1 ആണ്. ഈ 4 ഇൻഇക്വാലിറ്റീസിലും 2 വേരിയബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ കോൾഡ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 2 വേരിയബിൾസ്. These 2 are linear strict inequalities in 2 variables, and these 2 are linear slack inequalities in 2 variables. So നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി, സ്ലാക്ക് ഇൻഇക്വാലിറ്റി എന്താണെന്ന് മനസ്സിൽ വെച്ചാൽ മതി. അത് എടുത്തു പറയേണ്ട കാര്യം ഇല്ല. ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഈ സൈനുകളിൽ ഏത് വേണമെങ്കിലും വരാം. സോ എടുത്ത സ്ലാക്ക് സ്ട്രിക്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഡിഗ്രിക്ക് അനുസരിച്ചിട്ടുള്ള പേര് സ്പെസിഫൈ ചെയ്യും. സോ ഓരോ ടേമിന്റെയും ഡിഗ്രി 1 ആണെങ്കിൽ ആ ഇൻഇക്വാലിറ്റിനെ നമ്മൾ സിംപ്ലി ഒരു ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ പോരാ, ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് തന്നെ പറയണം. വേരിയബിൾസിന്റെ എണ്ണം അനുസരിച്ച് ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 1 വേരിയബിൾ എന്ന് പറയാം, ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 2 വേരിയബിൾസ് എന്നും പറയാം. So we can write the general form of linear inequality in 1 variable. So ax plus b less than 0, ax plus b greater than 0. Strict inequalities in the general form. Ax plus b less than or equal to 0, ax plus b greater than or equal to 0. Slack inequalities in the general form. So general form of linear inequalities in 1 variable ഈ 4 എണ്ണത്തിൽ ഏതും വരും. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 1 വേരിയബിൾ എന്ന് വന്നാൽ തന്നെ ലെഫ്റ്റ് സൈഡ് എ എക്സ് പ്ലസ് ബി ആയിരിക്കും. റൈറ്റ് സൈഡ് എപ്പോഴും ഓൾറെഡി ബി കോൺസ്റ്റന്റ് ആണ്. സോ റൈറ്റ് സൈഡിൽ നമുക്ക് വേറൊരു കോൺസ്റ്റന്റ് കൊണ്ടുവരേണ്ട കാര്യമില്ല, 0 എന്ന് എഴുതിയാൽ മതി. സോ അതിനെ കണക്ട് ചെയ്യുന്നത് ലെസ് ദാൻ ആകാം, ഗ്രേറ്റർ ദാൻ ആകാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകാം. Next we see the general form of linear inequality in 2 variables. So 2 variables ഉണ്ടെങ്കിൽ തന്നെ ax plus by ആയി. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ടേം നമ്മൾ c ആയിട്ടാണ് എടുക്കുന്നത്. കാരണം റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ടേം എപ്പോഴും 0 തന്നെ ആവണമെന്നില്ല.
C can be any number. C can be 0 also. So ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാം, ലെസ് ദാൻ കൊടുക്കാം, ഗ്രേറ്റർ ദാൻ കൊടുക്കാം. ഓക്കെ, സോ ഈ നാലെണ്ണമാണ് ജനറൽ ഫോം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ ടു വേരിയബിൾസ്. ax plus by ലെസ് ദാൻ ഓർ ഈക്വൽ ടു c, ax plus by greater than or equal to c, ax plus by less than c, ax plus by greater than c. Now the second type of literal inequality based on degree of each term of inequality. So that is quadratic inequality. Inequalities of the form ax square plus bx plus c less than 0 or ax square plus bx plus c greater than 0 or ax square plus bx plus c less than or equal to 0 or ax square plus bx plus c greater than or equal to 0 are called quadratic inequalities where a not equal to 0. a 0 ആയാൽ ഈ ടേം ഉണ്ടാവില്ല, സോ അത് ലീനിയർ ഇൻഇക്വാലിറ്റി ആയി മാറും. കാരണം വേരിയബിളിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. സോ ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഈസ് 2. സോ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ 2 ആയി വരുന്ന ഇൻഇക്വാലിറ്റീസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡ് ഉള്ളത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ആണ്. അതിനെ കണക്ട് ചെയ്യുന്നത് 0 ആയിട്ടാണ്. സോ ദ ഇൻഇക്വാലിറ്റീസ് ക്യാൻ ബി ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എക്സാമ്പിൾസ് കാണാം. 2x square plus 5x minus 3 greater than 0, x square minus 5x plus 6 less than 4, 3x square minus 4x plus 5 greater than or equal to 0, x square minus 8x plus 15 less than or equal to 0. നമ്മൾ പോളിനോമിയൽ പഠിച്ച സമയത്ത് ലീനിയർ പോളിനോമിയൽ പഠിച്ചിരുന്നു, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പഠിച്ചിരുന്നു, ക്യൂബിക് പോളിനോമിയൽ പഠിച്ചിരുന്നു, ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പഠിച്ചിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് അനുസരിച്ച് ഡിഫറെന്റ് പേരുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഇൻഇക്വാലിറ്റീസിലും അങ്ങനെ നമുക്കുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടത് ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്താണെന്നും ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റീസ് എന്താണെന്നുമാണ്. ലീനിയർ ഇൻഇക്വാലിറ്റീസിനെ കുറിച്ചും അതിന്റെ സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പക്ഷേ ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റീസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഓക്കെ, ഇൻഇക്വാലിറ്റീസിനെ കുറിച്ചും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഇക്വാലിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ ലീനിയർ ഇൻഇക്വാലിറ്റി, ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിറ്ററൽ ഇൻഇക്വാലിറ്റീസിനെ കുറിച്ചും നമ്മൾ ഏകദേശം ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കും. ഹിയർ ഇൻ ദിസ് ചാപ്റ്റർ വി കവർ ദ ടോപ്പിക്സ് algebraic solutions of linear inequalities in one variable and their graphical representation, graphical solution of linear inequalities in two variables and solution of system of linear inequalities in two variables. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഓൾറെഡി നമ്മൾ എങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം എന്നൊക്കെ ഉള്ളത് 10th സ്റ്റാൻഡേർഡിലെ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെയും പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണിത്. 12th സ്റ്റാൻഡേർഡിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിന് ഏറ്റവും ആവശ്യമായത് ഈ ചാപ്റ്ററിൽ നിന്നുള്ള നോളജാണ്. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാനും കഴിയുന്ന ചാപ്റ്ററാണ്.